അൽഹംദുലില്ലാ. അങ്ങനെ നമുക്ക് മനോഹരമായ ഈ ഒരു റമളാനിനോട് അടുത്ത ഈ ഒരു ദിവസത്തിലും കൂടി നമുക്ക് റബ്ബ് ഒരുമിച്ച് കൂടാനുള്ള ഒരു ഭാഗ്യം തന്നതിന് ആത്മാർത്ഥമായിട്ട് റബ്ബിലേക്ക് അൽഹംദുലില്ലാ അർപ്പിക്കാം. ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഈ ഒരു ജേണിയിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഈ ഒരു കപ്പലിലൂടെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് എത്ര ദിവസമായത്? 39 38 കഴിഞ്ഞത്. അപ്പൊ ഇന്ന് അൽഹംദുലില്ലാ 38 തോന്നുന്നു കഴിഞ്ഞത് അല്ലെ, 39. അപ്പൊ നമ്മുടെ മനോഹരമായ ഈ ഒരു കപ്പലിൽ നമ്മൾ ഒരുമിച്ച് കയറിയിട്ട് ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷങ്ങളും അതേപോലെ തന്നെ പ്രതിസന്ധികളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. ഒരു യാത്രയാവുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും അല്ലേ? നമ്മളൊരു ലോങ് ട്രിപ്പ് യാത്രയിലേക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിൽ വേണ്ട അവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കരുതും അല്ലേ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതേപോലെ ആ ഒരു യാത്ര ഒരു ബഹിരാകാശത്തേക്കോ അതല്ലെങ്കിൽ ഒരു ആഴക്കടലിലേക്കോ ഉള്ള ഒരു യാത്രയാണെങ്കിൽ നമ്മൾ കയ്യിൽ കരുതുന്ന വസ്തുക്കൾ എങ്ങനെയുള്ളതായിരിക്കാം? നമ്മൾ കയ്യിൽ കരുതുന്ന വസ്തുക്കൾ അല്പം കൂടി ശ്രദ്ധയോടെ അവയർനെസ്സോടെ കൂടിയിട്ടായിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ ബഹിരാകാശത്തേക്കുള്ള യാത്രയിലാണെങ്കിലോ അതില്ലെങ്കിൽ ആഴക്കടലിലേക്കുള്ള യാത്രയിലാണെങ്കിൽ പോലോ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ? അതേസമയം നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഉള്ള ഒരു യാത്രയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ, ഭൗതികമായ ഒരു യാത്രയിലാണ്, ഒരു ഉപരിതലത്തിലൂടെയുള്ള ഒരു യാത്രയിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ കയ്യിൽ കരുതിയിട്ടും പിന്നീട് നമ്മൾ കരുതുക എന്തായിരിക്കാം? കുറച്ച് സമ്പത്തായിരിക്കാം, കുറച്ച് പൈസ ആയിരിക്കാം അല്ലേ? എന്തുകൊണ്ട്? നമുക്ക് യാത്രയിൽ നമുക്കറിയാം, ഒരു ലോങ് ട്രിപ്പ് യാത്രയാണ് നമ്മൾ പോകുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഫുഡ് ഒരു ദിവസത്തേക്കുള്ളതായിരിക്കാം. ഒരു ദിവസത്തിൽ കൂടുതലുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കി എന്ത് ചെയ്യുന്നില്ല, ആ യാത്രയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട്? ആ ഭക്ഷണം നമ്മുടെ കൂടുതൽ ദിവസം കയ്യിൽ വെച്ച് കേടായി പോകും എന്നുള്ള ഒരു ബോധ്യം നമുക്കുള്ളത് കൊണ്ട് പകരം നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു യാത്രയിൽ ഉടനീളം വഴിയിൽ വെച്ച് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ കരുതിയിരിക്കും. പക്ഷെ ഒരു ബഹിരാകാശത്തേക്കോ അതല്ലെങ്കിൽ ഒരു ആഴക്കടലിലേക്കോ ആണ് നമ്മുടെ ഒരു യാത്രയെങ്കിൽ നമ്മുടെ കയ്യിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കരുതുക എന്നതിലപ്പുറം നമ്മൾ നമ്മുടെ കയ്യിൽ ക്യാഷ് കരുതിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുമോ? ഇവിടെ എവിടെയെങ്കിലും നമ്മൾക്ക് ക്യാഷിനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ആവശ്യം നമുക്കുണ്ടോ? ചന്ദ്രനിലേക്കോ അല്ലെങ്കിൽ ആഴക്കടലിലേക്കോ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് കരുതിയിട്ട് നമുക്ക് കാര്യമില്ല. അതേപോലെ നമ്മുടെ ലൈഫിലും നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു യാത്ര, ജീവിതമാവുന്ന യാത്രയിൽ നമ്മൾ പല മുഖങ്ങളും പലപ്പോഴും കാണേണ്ടി വരും. അത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തവരായിരിക്കാം, അത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അകന്നവരായിരിക്കാം. പക്ഷെ നമ്മളുമായി ഏറ്റവും കണക്ഷനുള്ള, നമ്മളുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോടോ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിനോടോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലുള്ള ഒരു വ്യക്തിയോടായിരിക്കാം, ആരോടും ആയിക്കോട്ടെ, നമ്മുടെ ആ ഒരു യാത്ര നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവരുമായി ചില ക്ലാഷ് ഉണ്ടാവാം. ആ ക്ലാഷിനെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെയാണ് നമ്മൾ ആ ഒരു കപ്പൽ യാത്ര ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ ഒരു യാത്രയിൽ നമ്മൾ നേരിടേണ്ടി വരും. ആ യാത്രയിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊട്ടൻഷനോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പോവാം. അതൊരു ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഓക്സിജൻ പോലും മര്യാദയ്ക്ക് കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഓക്സിജൻ സിലിണ്ടർ കൂടി കരുതിയിട്ടാണ് പോകുന്നുള്ളത്. അതേപോലെ ഒരു ആഴക്കടലിലേക്കാണ് നമ്മുടെ യാത്രയെങ്കിലോ അവിടെയും നമ്മൾ ആ യാത്രയിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ സിലിണ്ടർ നമ്മൾ കരുതാണ് അല്ലേ?
എന്നാൽ ജീവിതമാവുന്ന ഈ ഒരു യാത്രയിൽ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പരിമിതികളോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ മുന്നിൽ വരുമെന്നും ആ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നും ഉള്ള ഒരു നോളജ്, ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരാത്തത് കൊണ്ടാണ് നമ്മൾ എന്തായി പോകുന്നത് ഇടയ്ക്കൊക്കെ. നമ്മളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഫാമിലി ലൈഫിലായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ക്ലാസ് വരുമ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് തകർന്നു പോകുന്നത് എന്താണ്? നമ്മൾ അങ്ങോട്ട് കാലി കൈയോട് കൂടി ഒഴിഞ്ഞ കൈയോട് കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അപ്പുറത്തുനിന്ന് ഏത് രീതിയിലുള്ള പ്രതികരണം നമ്മളിലേക്ക് വരും എന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ഒരു ചിന്ത നമ്മളിലേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും അടുത്തവരിൽ നിന്ന് പോലും നമ്മൾ വേദനിപ്പിക്കുന്ന, നമ്മൾ സങ്കടപ്പെടുത്തുന്ന എന്തേലും ഒരു നോട്ടമോ വാക്കോ പ്രവർത്തനമോ ഉണ്ടായെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആകെ അങ്ങോട്ട് തളരുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബഹിരാകാശത്തേക്കോ ആഴക്കടലിലേക്കോ പോകുന്ന സമയത്ത് നമുക്ക് ശ്വാസം കിട്ടാതായാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ തളരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ കയ്യിൽ നമ്മൾ എത്ര ദിവസത്തേക്കാണോ പോകുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും കൊണ്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. പിന്നെന്തിന് നമ്മൾ പേടിക്കണം? ആഴക്കടലിലേക്ക് പോയി ഓക്സിജൻ നമ്മളിലേക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയ ആ ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്, അല്ലേ? അതുപോലെ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളുടെ മുന്നിൽ നമ്മുടെ പ്രതിസന്ധികൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ അവിടെ നിന്ന് നമ്മളൊന്ന് നോക്കേണ്ടത്, ഞാനൊരു യാത്രയിലാണ്. ഇവിടെ ഇന്ന് പ്രതിസന്ധികൾ വരുമ്പോൾ ഇതിന് ഏത് രീതിയിലാണ് ഞാൻ തരണം ചെയ്യേണ്ടത്? അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, നമ്മുടെ റമദാൻ. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ള ഈ ഒരു മാസമാണ് റമദാൻ. ആ റമദാൻ നമ്മളിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ലൈഫിനെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാനിരിക്കുന്നുണ്ട്. കണക്ഷൻ ഉണ്ട് എല്ലാത്തിനും പരസ്പരം. അപ്പൊ ആ ഒരു കണക്ഷൻ അങ്ങോട്ട് ക്ലിയർ ആയി കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? കണക്ഷനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ആ കണക്ഷനെ നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ഉപരിതലത്തിലുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിനെ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരൊക്കെയായിട്ടോ കണക്ഷൻ ചെയ്യുന്നോ അവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ അവിടെയൊക്കെ കറക്റ്റ് ചെയ്യുക? അവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളായി മാറി കൊണ്ട് നിൽക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ചുറ്റുപാടുകളെ നോക്കിയിട്ടല്ല നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ചുറ്റുപാടുകളെയോ കാലാവസ്ഥയോ നോക്കിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഏതുപോലെ നമ്മളിലേക്ക് റമദാൻ എങ്ങനെയാണ് വരുന്നുള്ളത്? റമദാൻ വരുന്നുള്ളത് പല കാലങ്ങളായി വരുന്നുണ്ട്. ചൂട് കാലത്ത് വരുന്നുണ്ട്, തണുപ്പ് കാലത്ത് വരുന്നുണ്ട്, അല്ലെ? എല്ലാ കാലങ്ങളിലും നമുക്ക് റമദാൻ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിലാണോ റമദാൻ നമ്മളിലേക്ക് വരുന്നുള്ളത് ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ആ കാലാവസ്ഥയിലേക്ക് അനുയോജ്യമായിരിക്കുന്ന പാനീയങ്ങളും ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ റമദാനിനെ വരവേൽക്കുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ അതിനോട് നമ്മൾ അതിജീവിക്കുന്നുണ്ടെങ്കിൽ, ആ റമദാനെ നമ്മൾ ഇഷ്ടത്തോടെ കൂടി നമ്മൾ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലും നമുക്ക് വരുന്നത് ഇതേപോലെ വ്യത്യസ്തമായ കാലാവസ്ഥയിലായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥയിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ റമദാനിനെ നമ്മൾ ചൂട് കാലത്തും തണുപ്പ് കാലത്തും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടത് പോലെ പുറത്തു നിന്ന് വരുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ എന്താവാനാണ് നോക്കേണ്ടത്? നമ്മൾ നമ്മളായി നിന്നുകൊണ്ടാണ് അത് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ എനിക്ക് ചൂട് കാലത്ത് നോമ്പ് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നമ്മളാരും തണുപ്പ് കാലത്തെ റമദാൻ മാസം ഈ മാസത്തിലേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഈ റമദാൻ എന്ന് വിചാരിച്ച് 30 ദിവസം നീട്ടി വെച്ചിട്ട് നമ്മൾ ആരും തണുപ്പ് കാലത്ത് നോമ്പെടുക്കുന്നില്ല. ഏപ്രിൽ മെയ് മാസത്തിൽ നോമ്പ് വരുമ്പോൾ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നോമ്പ് വരുമ്പോൾ നമ്മൾ ആരും അതിനെ ആ ഒരു ടൈമിലേക്ക് മുൻകൂട്ടി എടുത്ത് അഡ്വാൻസ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിസംബറിലോ ജനുവരിയിലോ നമ്മൾ നോമ്പെടുക്കുന്നില്ല. നമ്മളെയാണ് എന്താവുന്നത്? അങ്ങോട്ട് മാറുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തെ നമ്മളുമായി കണക്ഷൻ ചെയ്ത അതാരും ആയിക്കോട്ടെ, നമ്മളുമായി കണക്ഷനുള്ള ഏതൊരാളിൽ നിന്നോ
നമുക്കിഷ്ടമില്ലാത്ത, നമുക്ക് വേദനിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന മെസ്സേജസ്, പ്രവർത്തനങ്ങൾ, നോട്ടങ്ങൾ എല്ലാം നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളതിനെ ഓവർകം ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ മാറേണ്ടത്. അവിടെയാണ് നമ്മൾ എന്ത് വേണ്ടത്? നമ്മൾ വ്യക്തിയായിട്ട് മാറേണ്ടത്. നമ്മൾ നാമായിട്ട് മാറേണ്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഒരു സമൂഹം അങ്ങോട്ട് മാറില്ല. ഒരാളും നമുക്ക് വേണ്ടി മാറില്ല. നമുക്ക് വേണ്ടി മാറാനോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനോ നമുക്കല്ലാതെ വേറൊരാൾക്കും കഴിയുകയുമില്ല. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട്, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴും ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെ ഏതവസ്ഥയിലാണെങ്കിൽ പോലും ഉള്ള അവസ്ഥയിൽ അവരെ അംഗീകരിക്കാൻ ഉള്ള ഒരു പ്രാപ്തത നമ്മളിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് നമുക്കിവിടെ കറക്റ്റായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് കണക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി റമദാനിനെ നമ്മൾ ഏത് രീതിയിലാണോ കാണുന്നുള്ളത്, അവിടെ നമുക്കൊരു സൂചനകൾ നമ്മുടെ ലൈഫുമായി കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഓരോ സൂചനകൾ, നമ്മുടെ ലൈഫുമായി നമ്മൾ കണക്ട് ചെയ്യുന്ന വിഷയങ്ങളെ നമുക്ക് അങ്ങോട്ടേക്കും പാസ് ചെയ്യാം. എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഒന്നിനൊന്ന് താരതമ്യപ്പെടുത്തിയിട്ടോ ഒന്നിനൊന്ന് ഉപമിച്ചിട്ടോ അല്ല, എല്ലാം പരസ്പരം കോർത്തിണക്കിക്കൊണ്ട്, എല്ലാം പരസ്പരം കോർത്തിണക്കി ഒരു മാലയാക്കിക്കൊണ്ട്, ഒരു ശൃംഖലയാക്കിക്കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഓരോ വ്യക്തികളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോ നമ്മൾ അല്പം അഹങ്കാരത്തോടെ പറഞ്ഞേക്കാം, നമ്മൾ നമ്മൾ പറയുന്നില്ല, നമ്മൾ ആരിൽ നിന്നെങ്കിലും അഹങ്കാരത്തോടെയുള്ള ചില വാക്കുകൾ കേൾക്കുന്നുണ്ടാവാം. ഞാൻ എന്തിനു അവരെ പേടിക്കണം, ഞാൻ അവരുടെ ചെലവിലെല്ലോ കഴിയുന്നുള്ളത് എന്നുള്ളത്. അത് അല്പം സാമ്പത്തിക ശേഷിയുള്ള, അതല്ലെങ്കിൽ നല്ല സാലറി ഉള്ള, സ്വന്തം വരുമാനമുണ്ട് എന്ന് മനസ്സിലേക്ക് ഉറപ്പുള്ള ആളുകളായിരിക്കാം കൂടുതലും അങ്ങനെ സംസാരിക്കുന്നുള്ളത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ?